ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും 1000 വിഷു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷു ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. എല്ലാവരും കാണുക, എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ തരിക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങളെന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സത്യ, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. കൂടെ കുറച്ച് ഫാഷൻ വീഡിയോസ് വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ഉടനെ തന്നെ കാണാനും പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. നമുക്കിവിടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ സിറ്റാവിലിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഏത് മേക്കപ്പ് ആയാലും എന്ത് അപ്ലൈ ചെയ്യാൻ ചെയ്യും, ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അത് നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്, സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അടുത്തത് ഞാനൊരു പ്രൈമർ അപ്ലൈ ചെയ്യാണ്. ഹുഡ ബ്യൂട്ടിയുടെ പ്രൈമറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് നന്നായിട്ട് ഫുൾ കവറേജ് കിട്ടുന്ന മാതിരി നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഞാനിവിടെ മെബിലിൻ്റെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ പാക്കേജ് കൂടെ ഭയങ്കര നല്ലതാട്ടോ. പാക്കേജ് നമ്മൾ ആവശ്യത്തിന് ഒന്നും വേസ്റ്റ് ആവില്ല, ആവശ്യത്തിന് യൂസ് ചെയ്യുള്ളൂ. അപ്പം നമുക്കിത് ഡോട്ടിട്ട് അപ്ലൈ ചെയ്യാം. എന്തിനാണ് ഈ ഡോട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നറിയോ? നമ്മളുടെ മുഖത്തെ എല്ലാ സൈഡിലും ഒരേമാതിരി കവറേജ് കിട്ടാനാണ്. വേറെ എങ്ങനെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കവറേജ് കിട്ടില്ല. അപ്പം അടുത്തത് നമുക്കൊരു ബ്ലഷർ എടുത്തിട്ട് ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തോ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കീഴോട്ട് ഫൗണ്ടേഷൻ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കീഴോട്ടാവും. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ടച്ച് ചെയ്ത് ഡാബ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോഴേ നമ്മളുടെ ഫേസിൽ അത് നിൽക്കുള്ളൂ എല്ലാ സൈഡും. ഇല്ലെങ്കിൽ വന്നിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ താഴോട്ടായിട്ട് വരും. ഇപ്പോൾ ഫൗണ്ടേഷൻ പലയിടത്തും കിട്ടാറുണ്ട് അല്ലേ? ഈ ലിക്വിഡായിട്ട് കിട്ടും, ഇങ്ങനെ കിട്ടും. അതേമാതിരി തന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ മോഡലൊക്കെ ഇപ്പോൾ ഉണ്ട് അല്ലേ? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പിൽ വരുന്നുണ്ട്, പല ബ്രാൻഡിൻ്റെ ഉണ്ട്. നിങ്ങൾ റെഡ് ഷെയ്ഡ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയത് യൂസ് ചെയ്ത് നോക്കണം. അതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഷെയ്ഡ് കിട്ടിയാലേ നമുക്കത്, ഇല്ലെങ്കിൽ പുട്ടി പോലെ ഇരിക്കും. അടിച്ചു കഴിഞ്ഞാൽ പുട്ടി അടിച്ച മതി ഇരിക്കും. അങ്ങനെ ചെയ്യരുത്. അടുത്തത് കോമ്പാക്ട് പൗഡറിന് പകരമായിട്ട് ഞാനിവിടെ ടാൽക്കം പൗഡർ ഇല്ലേ, പോൺസിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ട്രഡീഷണൽ മേക്കപ്പ് അല്ലേ, മാത്രമല്ല ഇത് ഒരുപാട് നേരം നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഈ ട്രഡീഷണലായിട്ടുള്ള പൗഡറാണ് നല്ലത്. അതിനുശേഷം ഞാനൊരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഞാനൊന്ന് കണ്ണെഴുതാണ്. അതായത് ഞാൻ വന്നിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു ട്രഡീഷണൽ മേക്കപ്പ് അല്ലേ, ഞാനിവിടെ കൺമഷിയാണ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ മേക്കപ്പിന് എപ്പോഴും കൺമഷിയാണ് നല്ലത് ഐലൈനറിനേക്കാളും. ഞാൻ മേലെയും താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. അടുത്തത് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മളുടെ മാക്കിൻ്റെ മസ്കാരയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് വന്നിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യാണ് ഞാനൊരു ഗ്രീൻ കളർ പൊട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്ലൗസിൻ്റെ കളർ ഗ്രീനാണേ, അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ കളർ വെച്ചത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. അടുത്തത് ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ഞാൻ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്.
അപ്പം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ വന്നിട്ട് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക, എനിക്ക് ഫീഡ്ബാക്കൊക്കെ തരിക. അപ്പോൾ അടുത്തൊരു നല്ല മേക്കപ്പ് ട്യൂട്ടോറിയൽ ബ്യൂട്ടി ടിപ്സ് ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.